നമസ്കാരം. ഈ ആഴ്ചയിലെ കമ്മ്യൂണിറ്റി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളി അസോസിയേഷൻ ഓഫ് മെറിലൻഡ് നടത്തിയ സാഹിത്യ മത്സരങ്ങളുടെ വിജയികളെ പ്രഖ്യാപിച്ചു. നോവൽ വിഭാഗത്തിൽ സലിം സയ്യിദ് രചിച്ച ദൈവം ഇടപെടുന്ന സമയവും, ചെറുകഥാ വിഭാഗത്തിൽ വൃത്തിയാകാത്ത മുറി എന്ന സമാഹാരം എഴുതിയ ജോർജ് അരങ്ങാശ്ശേരിയും, കവിതയിൽ വഴി ചോദിച്ച് എന്ന കവിത എഴുതിയ തോട്ടപ്പുഴ കൃഷ്ണൻകുട്ടിയും ഒന്നാം സ്ഥാനം നേടി. അമേരിക്കൻ മലയാളിയും പ്രമുഖ പ്രവാസി കവിയുമായ ജോസഫ് നമ്പിമഠൻ രചിച്ച മാമ്പുഴ സ്മൃതിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു. നവംബർ 7-ന് വാഷിംഗ്ടണിൽ നടക്കുന്ന അവാർഡ് നൈറ്റിൽ അവാർഡുകൾ വിതരണം ചെയ്യുന്നതായിരിക്കും. അമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യരക്ഷാ മേഖലയിൽ മികച്ച പ്രവർത്തനത്തിനുള്ള മാർച്ച് ഓഫ് ഡൈംസ് പുരസ്കാരത്തിന് മലയാളിയായ ബീന ഇണ്ടിക്കുഴി അർഹയായി. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് വിഭാഗത്തിൽ നൽകപ്പെട്ട ഈ അവാർഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഇലനോയ് മെഡിക്കൽ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ അവാർഡ് കമ്മിറ്റി ചെയർമാൻ ജാൻ ഡിനോയിൽ നിന്നും ബീന സ്വീകരിച്ചു. ഷിക്കാഗോ യൂണിവേഴ്സിറ്റി ഓഫ് ഇലനോയ്സ് മെഡിക്കൽ സെന്ററിലെ ന്യൂബോൺ ഇൻഡിവിജ്വലൈസ്ഡ് ഡെവലപ്മെന്റ് കെയർ ആൻഡ് അസസ്മെന്റ് പ്രോഗ്രാം ട്രെയിനിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ബീന ഈ രംഗത്ത് നൽകുന്ന സംഭാവനകളെ ആസ്പദമാക്കിയാണ് അവാർഡിന് അർഹയായതെന്ന് അവാർഡ് കമ്മിറ്റി പത്രക്കുറിപ്പിൽ അറിയിച്ചു. അമേരിക്കയിലെ സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ആദ്യ ഇടവകയായ ഡാലസ് സെന്റ് തോമസ് പള്ളിയുടെ പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണം കുറിച്ചുകൊണ്ടുള്ള ഗ്രൌണ്ട് ബ്രേക്കിംഗും ശിലാസ്ഥാപനവും ഷിക്കാഗോ രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് അങ്ങാടിയത്ത് നിർവഹിച്ചു. ബെനഡിക്ട് 16 മാർപ്പാപ്പ ആശീർവദിച്ച മൂലക്കല്ല് സ്പോൺസർ ചെയ്തത് ഇടവാംഗങ്ങളായ ടോമി വെങ്ങാലിലും ഡോക്ടർ മെറീന വെങ്ങാലിലുമാണ്. ഈ ചടങ്ങിൽ ഇടവക വികാരി റവറൻ ഫാദർ ജോജി കണിയാമ്പിടി, മുൻ വികാരി ഫാദർ സക്കറിയാസ് തോട്ടുവയലിൽ, ഗാർലൻഡ് സിറ്റി കൌൺസിൽ കൌൺസിലർ പ്രസ്റ്റൺ എഡ്വേർഡ്, ആർക്കിടെക്ട് ചാർലി റീഗൻ, ജോവൻ കാവസ്റ്റ്, കോൺട്രാക്ടർ ബോബ് എന്നിവരും ഇടവക ജനങ്ങളും പങ്കെടുത്തു. $3 മില്യൺ ചിലവിൽ നിർമ്മിക്കുന്ന ഈ ദേവാലയത്തിന്റെ രൂപകൽപ്പന കേരള ദേവാലയങ്ങളുടെ സാദൃശ്യം നിലനിർത്തിക്കൊണ്ടാണ്. Here I stand before you with His Almighty grace to represent this parish and welcome each and every one of you to this historical event of our parish. Starting the building process, Reverend Father Zacharias Tottuveli, Preston Edward, City Councillor. It is my pleasure to make this announcement regarding the sponsorship of the Foundation Stone. Tommy and Marina Bengalil, generous to sponsor the Foundation Stone. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവായ ദൈവമേ, ജീവദായകമായ ദിവസന്ദേശം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയും മനസ്സിനെയും പ്രകാശിപ്പിക്കാനുമേ, അതുവഴി സ്നേഹവും ശരണവും ഞങ്ങളിൽ വർദ്ധിക്കുവാനും
അസോസിയേഷൻ ഓഫ് മെറിലൻഡിന്റെ പ്രഥമ മഹിളാ സമാജം പ്രസിഡന്റായി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകയായ ആൻപിള്ള തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൊക്കാന, NFIA തുടങ്ങിയ സംഘടനകളിൽ സജീവ പ്രവർത്തകയായിരുന്ന ആൻപിള്ള ഇപ്പോൾ ഏഷ്യൻ പസഫിക് അമേരിക്കൻ ഡെമോക്രാറ്റ്സ് ഓഫ് മെറിലൻഡിന്റെ അഡ്വൈസറാണ്. വിദ്യ ഇന്ത്യൻ അക്കാദമി മലയാളം സ്കൂളിന്റെ സ്ഥാപകയായ ഇവർ നിരവധി സംഘടനകളിൽ സജീവ നേതൃത്വം നൽകിവരുന്നു. യുവജനങ്ങളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹ്യൂസ്റ്റൺ ജ്ഞാനായ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടത്തിയ KNA ഐഡൽ മത്സരത്തിൽ റേച്ചൽ നെയ്ച്ചേരി, എമിലി ലൂക്കോസ് ഇലക്കാട് എന്നിവർ വിജയികളായി. നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുത്ത ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയവരാണ് KNA ഐഡൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഹ്യൂസ്റ്റൺ ജ്ഞാനായ കാത്തലിക് സൊസൈറ്റി പ്രസിഡന്റ് ബാബു മുളയാനിക്കുന്നിലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ മിഷൻ ഡയറക്ടർ ഫാദർ ജെയിംസ് ചെരുവിൽ വിജയികൾക്ക് സമ്മാനദാനം നൽകി. യോങ്കേഴ്സ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ ശിലാസ്ഥാപനം ഇടവക മെത്രാപ്പോലിത്ത മാത്യൂസ് മാർ ബർണബസ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ഇടവക വികാരി റവറൻ ഡോക്ടർ വർഗീസ് പ്ലാന്തോട്ടം കോർ എപ്പിസ്കോപ്പ, റവറൻ ഫാദർ നൈനൻ ടി ഈശോ, റവറൻ ഫാദർ NK ഇട്ടൻപിള്ള തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഭദ്രാസന അംഗം റോയി എണ്ണശ്ശേരിൽ, ക്യാപ്റ്റൻ തോമസ് കോശി, ജോൺ ഐസക്, ഡീക്കൻ ഫിനോജ് തോമസ് തുടങ്ങി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ഈ ചടങ്ങിൽ വികാരി ഫാദർ വർഗീസ് പ്ലാന്തോട്ടം സ്വാഗതവും സാം ഉമ്മൻ നന്ദിയും രേഖപ്പെടുത്തി. കേരള സമാജം ഓഫ് സൌത്ത് ഫ്ലോറിഡയുടെ ആഭിമുഖ്യത്തിൽ പ്രിൻസ് ആൻഡ് പ്രിൻസസ് ഓഫ് കേരള പാജന്റ് മത്സരം കൂപ്പർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. 12 മുതൽ 15 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായുള്ള ഈ മത്സരത്തിൽ പ്രിൻസായി കെവിൻ ജോസഫും പ്രിൻസസായി ഷാന ദവിസിയും തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാം സ്ഥാനങ്ങൾക്ക് ജെയ്സൺ നടയിലും ചാമിൻ റോബിൻസും അർഹയായി. ഈ ബ്യൂട്ടി പാജന്റിന് നേതൃത്വം നൽകിയത് ജെയിംസ് ജോസഫും MC-മാരായി സജിനി ഇമ്മാനുവൽ, സവീന പാറത്തുണ്ടിൽ, ജോസ് തോമസ് എന്നിവരും പ്രവർത്തിച്ചു. ഓവർസീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ന്യൂയോർക്ക് സന്ദർശിക്കുന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശശി തരൂരിന് ഒക്ടോബർ 11 ലോങ് ഐലൻഡിലുള്ള കോട്ട്ലിയൻ ഹോട്ടലിൽ വെച്ച് സ്വീകരണം നൽകുന്നു. INOCയുടെ നേതാക്കൾക്കു പുറമെ ഫൊക്കാന, ഫോമ, വേൾഡ് മലയാളി കൌൺസിൽ തുടങ്ങി നിരവധി സംഘടനകളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. എൻ്റെ പേര് തോമസ് ടി ഉമ്മൻ. ഞാൻ ഓവർസീസ് കേരള പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റാണ്. കേരളത്തിലെ ചരിത്രം കുറിച്ച വൻ വിജയമാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രി ശശി തരൂര് നേടിയത്. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശശി തരൂരിന് ആദ്യമായി അമേരിക്കയിൽ സ്വീകരണം നൽകുവാൻ ഓവർസീസ് കേരള പ്രദേശ് കോൺഗ്രസ് മുൻകൈയെടുത്ത് അടുത്ത ഞായറാഴ്ച, അതായത് ഒക്ടോബർ 11 ഉച്ച കഴിഞ്ഞിട്ട് 5 മണിക്ക് ലോങ് ഐലൻഡിലുള്ള കൊട്ടിലിയോൺ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഒരു വൻപിച്ച സ്വീകരണ സമ്മേളനം നടത്തുന്നു. എൻ്റെ പേര് ജേക്കബ് കോശിയാണ്. ഓവർസീസ് കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള പ്രദേശ് കോൺഗ്രസിന്റെ സെക്രട്ടറിയാണ്. ബഹുമാനപ്പെട്ട ശശി തരൂരിന് ഇവിടെ ഒരു സ്വീകരണം കൊടുക്കുവാനും അദ്ദേഹത്തെ ഇവിടെ ആദരിക്കുവാനും നമ്മൾ ഏവരും സഹകരിച്ച് അദ്ദേഹത്തിന്റെ ഈ വിജയത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ കോൺഗ്രസിന് വേണ്ടി വളരെയധികം കാലമായിട്ട് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇല്ലനോയിയുടെ ആഭിമുഖ്യത്തിൽ മെയ്വുഡിലുള്ള ജ്ഞാനായ കാത്തലിക് ഹാളിൽ വെച്ച് ഒക്ടോബർ 31 നടത്തുന്ന സൌജന്യ നഴ്സിംഗ് സെമിനാറിൽ വിവിധ നഴ്സിംഗ് വിഷയങ്ങളിൽ അജയ് മോൾ പുത്തൻപുരയ്ക്കൽ ക്ലാസുകൾ നൽകുന്നതാണ്. ഈ ക്ലാസുകളിൽ പങ്കെടുക്കുന്നവർക്ക് 4 മണിക്കൂർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ക്രെഡിറ്റ് ലഭിക്കുന്നതായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.